ജനാർദ്ദനക്കുറിപ്പാണ്. നമ്മൾ മന്ത്രസിദ്ധി തന്ത്രത്തിലെ തമിഴ് മാന്ത്രികൽപ്പത്തിലെ 616 പേജ് 80 ത്രിലോകവശ്യം. പൂരാട നക്ഷത്ര ദിവസം ചന്ദനമരത്തിലെ പുല്ലുരുവിക്ക് എലുമിച്ചാമ്പഴം കാവ് കൊടുത്ത് പുല്ലുരുവിയെ കൊണ്ടുവന്ന് അതിൽ നിന്ന് പുനുക്, ജവ്വാത്, പച്ചക്കർപ്പൂരം ചേർത്ത് പാലിലരച്ച് ഗുളിയുണ്ടാക്കി ശക്തിപൂജ ചെയ്ത് മൂലമന്ത്രത്തെ ജപിച്ചാൽ സിദ്ധിയാകും. മൂലമന്ത്രം ഓം റീം രീം യം ലം ത്രിലോക വശി സ്വാഹ. 1008 ജപം. ഫലം: ഗുളിക വായിലിട്ട് മന്ത്രം ജപിച്ചാൽ ത്രിലോകത്തിലുള്ളവരും വശമാകും. ത്രിലോകവശം മറ്റൊന്ന്. രേവതി നക്ഷത്രത്തിൽ പുല്ലുരുവിക്ക് കാപ്പ് കെട്ടിക്കൊണ്ടുവന്ന് അതിനുള്ളിലെ പും, കസ്തൂരി, ഏലം ചേർത്ത് പഴച്ചാറ്റിലാട്ടി ഗുളിക രൂപത്തിലാക്കി വെച്ച് തേവയ്യാന പോത് താഴെ പറയുന്ന മൂലമന്ത്രത്തെ ജപിച്ച് ഗുളിക പശുനെയ്യിൽ അരച്ച് തിലകമിട്ട് സിദ്ധിയാകും. മൂലമന്ത്രം ഓം ശക്തി ഗൗരി റിങ് വങ് വശി സ്വഹ. 1008 ജപം. ഫലം: സകലതും സിദ്ധിയാകും. ത്രിലോകത്തിലെ എല്ലാവരും വശമാകും. 3. ത്രിലോകവശ്യം മറ്റൊന്ന്. ഓം ശ്രീം റീം വങ് ഷിങ് നങ് വശി സ്വഹ. 1001 ജപം. ശക്തി പൂജ ചെയ്ത് സിദ്ധിയാകും. 4. സകല ലോകവശ്യം. ഒടിയ മന്ത്രം. മലകളിലും കുന്നുകളിലും കാണുന്ന ഇരുളി എന്ന മൂലികയെ കണ്ടുപിടിച്ച് ചൊവ്വാഴ്ച വടക്കുമുഖമായി നിന്ന് കാപ്പുകെട്ടി ശാപനിവൃത്തി ചെയ്ത് കോഴിയെ ബലി കൊടുത്ത് അടുത്ത ദിവസം നത്തൈച്ചൂരിക്ക് കാപ്പുകെട്ടി ശാപനിവൃത്തി വരുത്തി വ്യാഴാഴ്ച അശ്വതി നക്ഷത്രത്തിൽ ഈ 2 ചെടിക്കും വടക്കോട്ട് പോകുന്ന വേര് പറിച്ചെടുത്ത് താഴെ കാണുന്ന ആദ്യ മൂലമന്ത്രത്തെ 108 ജപിച്ചുകൊണ്ട് തലപ്പൂ മാറ്റി വെള്ളിച്ചെല്ലത്തിൽ അടച്ച് ശക്തി പൂജ ചെയ്ത് താഴെ പറഞ്ഞ രണ്ടാമത് മന്ത്രത്തെ 1008 ജപിച്ചുകൊണ്ട് എടുത്ത് വച്ചാൽ എല്ലാ സിദ്ധിയും ഉണ്ടാകും. ആദ്യ മന്ത്രം ഓം വങ് വങ് മങ് മങ് ഷിങ് വശി സ്വാഹ. രണ്ടാം മന്ത്രം ഓം റീം വശി ഷിങ് ഷിങ് വശി സ്വാഹ. ഉപയോഗം: പക്ഷിവശ്യം. മരുന്ന് കാതിൽ വെച്ച് വാ യാ മാഹും എന്ന് 108 ഉപയോഗിച്ചാൽ പക്ഷി വശമാകും. പന്നിവശം. മരുന്ന് മടിയിൽ വെച്ചുകൊണ്ട് വശി ജഗത് വശി എന്ന 108 ജപിച്ചാൽ പന്നിവശമാകും. മലരൂപവശ്യം. മരുന്ന് ഇടുപ്പിൽ അണിഞ്ഞ് കെട്ടി വശി ഗിരിവശി എന്ന് 51 ജപിച്ചാൽ മലയുടെ രൂപമാകും. മന്ദിരൂപവശ്യം. മരുന്ന് കഴുത്തിലണിഞ്ഞ് വശി മന്തി വശിയ എന്ന് 21 ജപിച്ചാൽ കുറുക്കൻ രൂപമാകും. സ്ത്രീ രൂപവശ്യം. ഈ മൂലിക ആൺകുറിയിൽ അണിഞ്ഞുകൊണ്ട് സ്ത്രീ വശിയ എന്ന് 108 സ്ത്രീ രൂപമാകും. കരടി രൂപവശ്യം. മൂലികയെ ഇടത് കൈയിൽ അണിഞ്ഞുകൊണ്ട് വശി കരടി എന്ന് 100 ജപിച്ചാൽ കരടി രൂപമാകാൻ കഴിയും. ആട്ടിൻ രൂപവശ്യം. മൂലികയെ വലത് കൈയിൽ അണിഞ്ഞുകൊണ്ട് മേടരൂപവശിയ എന്ന് 7 ജപിച്ചാൽ ആടിൻ്റെ രൂപമായി തരും. മരരൂപവശ്യം. മരരൂപവശിയാവശി എന്നും മൂലികയെ വായിലിട്ട് 31 ജപിച്ചാൽ മരരൂപമായി തരും. തവരൂപവശ്യം. മൂലികയെ തലയിൽ നിന്ന് അണിഞ്ഞുകൊണ്ട് ശരഹുണ രൂപവശി എന്ന് തവശി രൂപമാകും. ചേടരൂപവശ്യം. മൂലികയെ ഉലക്കാവിൽ അണിഞ്ഞുകൊണ്ട് ഓം റീം എന്ന് 51 ജപിച്ചാൽ പാമ്പ് രൂപമാകും. അഗ്നിരൂപവശ്യം. ആദിവാരം സൂര്യപൂജ ചെയ്ത് തവലൈക്കൊടുക്കി കാപ്പുകെട്ടി ശാപനിവൃത്തി ചെയ്ത് ധൂപദീപം കാട്ടി ബലി കൊടുത്ത് കോഴി അല്ലെങ്കിൽ ആട് വടക്കോട്ട് പോകുന്ന വേരെടുത്ത് കുളിർ മാറ്റി ഏലസിൽ കെട്ടി ശക്തി പൂജ ചെയ്ത് ഓം വശി റിങ് അഗ്നിദേവ വശി ഷിങ് വങ് സ്വാഹ എന്ന മന്ത്രം 1008 ജപിച്ച് വലങ്കയിൽ കെട്ടണം. ഇതുകൊണ്ട് അഗ്നി കൊണ്ടുള്ള ദോഷങ്ങളെ ജയിക്കാം. അഗ്നിയിൽ നടക്കാം. 81. ശത്രുമാരണം ചെയ്യൽ. മാശില്ലാமல் ശക്തി പൂജ ചെയ്ത് മാരണചക്രം വരച്ച് അതിൽ ബീജാക്ഷരത്തെ എഴുതി ശത്രുവിൻ്റെ കാലടി മണ്ണ്, മലം, ജലം എന്നിവ കൂട്ടി അരവത്തിൻ്റെ വായിലിട്ട് തലകീഴായി കെട്ടിത്തൂക്കി താഴെ കാണുന്ന മൂലമന്ത്രത്തെ ജപിച്ച് ചക്രത്തിൽ ശത്രുവിൻ്റെ പേരെഴുതി മറ്റു കാര്യങ്ങൾ എഴുതി അരവത്തിനരികിൽ നിന്ന് കിഴക്കുമുഖമായി നോക്കി രണ്ടാമത്തെ മന്ത്രം ദിനം 1008 ജപിച്ച് ശത്രു മരിക്കും. മൂലമന്ത്രം കങ് കങ് ലം ശിവായ നമ സ്വാഹ. 108 ജപം. രണ്ടാം മന്ത്രം നശി. ഫലം: ശത്രുവിൻ്റെ മരണത്തിൽ കാരണമാകും. 82. പുരുഷവശ്യം. വെള്ളിയാഴ്ച ശക്തിപൂജ വിധിപ്രകാരം ചെയ്ത് സ്ത്രീ നത്തൈക്കൂടി വെരുപ്പ് കാപ്പുകെട്ടി ഞായറാഴ്ച ചെടിയെ പിടുങ്ങിക്കൊണ്ടുവന്ന് ആണിവേരിന് കുളിശമാടി ഏലസിൽ വെച്ച് മോഹിനി ഉച്ചാടനം ചെയ്ത് താഴെ പറയുന്ന മൂലമന്ത്രം 1008 ജപിച്ച് കയ്യിൽ വയ്ക്കണം. മൂലമന്ത്രം വശി കങ് വശി സ്വഹ. ഫലം: സകല പുരുഷന്മാരും വശമാകും. യക്ഷവശ്യം. നല്ല ആഴ്ച, നക്ഷത്രം, മുഹൂർത്തം തുടങ്ങിയ ശുഭദിനത്തിൽ ശക്തി പൂജ ചെയ്ത് താഴെ പറയുന്ന മൂലമന്ത്രത്തെ 1008 വീതം 47 ദിവസം ജപിച്ച് അവസാനം ദിവസം യക്ഷനെ പൂജ ചെയ്തോളണം. ഇത് മഹാ ആശ്ചര്യകരമായ ഫലങ്ങളുണ്ടാക്കും. മൂലമന്ത്രം ശ്രീം ഹ്രീം ക്ലീം ഔവും ഉവ്വും ഔവും
നമശിവായ സ്വഹ. ദിവസം 1008 രൂപ. ഫലം: പാൽ, പഴം, തേങ്ങ തുടങ്ങിയ വസ്തുക്കൾ നിവേദ്യം. ആഭരണം, നാണയം, പണം തുടങ്ങിയ ഉടൻ ലഭിക്കും. നമശിവായ.